ഹലോ, നമസ്തേ. ഓം ക്ലീം കൃഷ്ണായ നമ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് ഒരു കൃഷ്ണാനുഭവം പറയാനായിട്ട് ആണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഓരോ ആളുകളുടെ അനുഭവം ഒരുപാട് ആൾക്കാർ തരുന്നുണ്ട്. അതിൽ നിങ്ങൾക്കെല്ലാവർക്കും അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് കേൾക്കുന്നതിൽ സന്തോഷം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് ബട്ട് റോഡിനടുത്ത് ശ്രീവള്ളി എന്ന ഒരു സ്ത്രീക്കും അവരുടെ അനിയൻ്റെ ഭാര്യ മാലിനി രണ്ടുപേരും ചേർന്ന് ഏകാദശിക്ക് പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. ഒരു വർഷങ്ങളായിട്ട് ഏകാദശിക്ക് ഗുരുവായൂർ പലപ്പോഴും പോകും. വളരെ നല്ലൊരു ഭക്തരാണ്. അപ്പം ഏകാദശിക്ക് മിക്കവാറും പോകാറുണ്ട്. ഇത്തവണ അമ്മയ്ക്ക് സുഖമില്ല, എന്നാൽ പോകാൻ കഴിയുമോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ സഹോദര ഭാര്യ വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ടൊക്കെ പോയതാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ 3 മണിയാണ്. അപ്പോൾ നല്ല ഏകാദശിക്ക് വളരെ തിരക്കായിരിക്കുമല്ലോ, ഒരുപാട് തിരക്കാണ്. അപ്പോൾ അകത്ത് കയറാനൊന്നും ഭഗവാനെ തൊഴാനോ കഴിയുമെന്നും ഉറപ്പില്ല. എന്നാലും ആഗ്രഹമൊന്നുള്ളൂ. പലപ്പോഴും പോയാൽ വിളക്ക് കത്തിക്കുന്നത്, ചുറ്റുവിളക്കിൽ അവരെ കത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ശ്രീവള്ളിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം എന്തായാലും വേണ്ടില്ല, അകത്ത് കയറി ഭഗവാനെ കയറാൻ അവസരം ഉണ്ടെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ വിളക്ക് കത്തിക്കാം. നമുക്ക് എത്ര വിളക്ക് കത്തിക്കാൻ പറ്റും അത്രയും വിളക്ക് എങ്ങനെയെങ്കിലും കത്തിക്കാമെന്ന് വിചാരിച്ച് അവരകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവിടുന്ന് സെക്യൂരിറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അകത്ത് കയറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളക്ക് കത്തിക്കണ എന്താണ് ഉള്ളിലല്ല കയറുന്നത്. നമുക്ക് ദേവീൻ്റെ അതിലേക്ക് കയറിയാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ എന്താണെന്നറിയില്ല, ആ സെക്യൂരിറ്റി വളരെ ക്രൂരമായി എന്ത് കാരണത്താലും ഭഗവാന്റെ ഒരു പരീക്ഷണവും ആയിരിക്കാം. ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ അവരങ്ങനെ ക്രൂരമായി നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, ചിലർക്കെല്ലാം ഉണ്ടാവാറുണ്ട്. അതൊരു പരീക്ഷണമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അപ്പം തന്നെ ഒരു ഫലസമാപ്തി ഭഗവാൻ തരികയും ചെയ്യും. അപ്പോൾ അതൊരു കാരണം, ഒരു ലീല, ഭഗവാന്റെ ലീല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതേപോലെ സെക്യൂരിറ്റി ജീവനക്കാർ ഇവരെ ഒരുപാട് കയറാൻ പറ്റില്ല, നിങ്ങൾക്ക് കയറാനേ പറ്റില്ല, ഇവിടെയൊക്കെ നിങ്ങൾ ഒരു തരത്തിലും കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നേരം പെരുമാറി. അപ്പം ഒരു തരത്തിലും എങ്ങനെയോ കുറേ വർത്താനം പറഞ്ഞ് എങ്ങനെയെങ്കിലും കയറിയിട്ട് ഉള്ളിലെങ്ങനെ കയറി പറ്റിയിട്ട് 50 വിളക്കോളം എങ്ങനെയെങ്കിലും 51 ദീപം എങ്ങനെയെങ്കിലും തെളിയിച്ച്. അപ്പോൾ അതൊരു വളരെ വലിയൊരു സന്തോഷമായി. 51 ദീപമെങ്കിലും കത്തിക്കാൻ കഴിഞ്ഞല്ലോ ഏകാദശിക്ക്, അത് തന്നെ വലിയൊരു. അപ്പം അത് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് കുറേ പേര് ഒരു ഇതുമില്ലാതെ തൊഴാനും സഹായിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞ ആൾക്കാർ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ശ്രദ്ധിച്ച് കുറേ ഞങ്ങളെ എന്നാലൊന്ന് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റുമെന്ന് ചോദിച്ചു. കുറേ ആൾക്കാർ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയുന്ന, നിങ്ങളെ ഞാൻ ഒരു തരത്തിലും കയറ്റി വിടില്ല, അഥവാ നിങ്ങൾക്ക് കയറണമെങ്കിൽ മാനേജറെ കണ്ട് സംസാരിക്കണം. അങ്ങനെ പറഞ്ഞ് ഒന്ന് കയറപ്പോൾ എത്ര ആളുകൾ കയറുന്നുണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്ക് എങ്ങനെയൊന്ന് കയറണം, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വാക്കുതർക്കമായിട്ട് ബഹളം പോലെ എല്ലാം ആയപ്പോൾ അയാൾ അഹങ്കാരത്തോടെ പറയാണ്, ഞാൻ ഒരു തരത്തിൽ നിങ്ങളെ കയറ്റി വിടില്ല, അഥവാ നിങ്ങൾ എങ്ങനെയെങ്കിലും കയറുന്നത് കണ്ടാണെങ്കിൽ ഞാൻ ഈ ബാഡ്ജും ഷാളും ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകും. എനിക്ക് ശമ്പളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ മിലിറ്ററിയിലത്തെ വലിയ ആളാണ്, എനിക്ക് മിലിറ്ററിൻ്റെ ആനുകൂല്യങ്ങളുണ്ട്, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, ഇവിടുത്തെ ശമ്പളമൊന്നും. അങ്ങനെ ഒരു അഹങ്കാരം പോലെ ഒരു സംസാരം. അപ്പം അത് ഇപ്പോൾ അവർ നിർത്തിയില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ സീനിയർ സിറ്റിസൻ്റെ വരി, അതിലൊരാൾക്ക് സീനിയർ സിറ്റിസൻ്റെ വരിയിൽ കയറാൻ പറ്റുന്നുള്ളത് കൊണ്ട് അതിലേക്ക് പോയി. അതും നോക്കി. അപ്പോൾ അവിടെയുള്ള ആളും അതേപോലെ അങ്ങനെയുള്ള കുറച്ച് അവർക്ക് വിഷമത്തോടു കൂടിയുള്ള സംസാരമാണ് ഉണ്ടായത്. അപ്പോൾ വള്ളി പറഞ്ഞ്, സാരമില്ല മാലു, നമുക്ക് എന്തായാലും വിളക്ക് തെളിയിക്കാൻ കഴിഞ്ഞല്ലോ. ഏകാദശി വിളക്ക് എന്ന് പറഞ്ഞാൽ ഏകാദശി വിളക്ക് തെളിയിക്കൽ തന്നെ ഏറ്റവും വലിയൊരു കാര്യം. അത് നമുക്ക് കഴിഞ്ഞല്ലോ. ഇനി ഭഗവാനെ കയറി തൊഴാൻ പറ്റിയില്ല, ഉള്ളിൽ കാണാൻ പറ്റില്ല എന്നുള്ളൊരു പ്രയാസമല്ലേ നമുക്ക്. അത് സാരില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അപ്പം തന്നെ ഒരു പെൺകുട്ടി, ഒരു 30 വയസ്സിന് 40 വയസ്സിന് ഇടയിൽ പ്രായമുള്ള നല്ല സെറ്റ് മുണ്ടൊക്കെ എടുത്തൊരു ഒരു പെൺകുട്ടി ഇവരുടെ അടുത്തെത്തി. വള്ളിയെ തോണ്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ട്? വള്ളി പറഞ്ഞു, ഞങ്ങൾ 2 പേരുള്ളൂ. ഇതാ ഈ ടോക്കൺ, ഇതാ ഭഗവാനെ പോയി തൊഴുതോളൂ
എന്ന് പറഞ്ഞ് അപ്പം തന്നെ ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോയി. വേഗം ആ ടോക്കൺ വാങ്ങി. അപ്പം തന്നെ ഏന്തി നോക്കി ഇയാൾ ആരാണ് എന്താണ് നമുക്ക് ഇങ്ങനെ തരണമെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആൾ ഏന്തി നോക്കുമ്പോഴത്തേക്ക് അയാളെ പിന്നെ കാണുന്നേ ഇല്ല. എവിടെയോ പോയി മറഞ്ഞ പോലെ കണ്ടില്ല. നല്ല തേജസ്സുള്ള ഒരു യുവതിയായിരുന്നത്. അപ്പം ആരാണെന്ന് അറിയാതെ അവർ പിന്നെ നമ്മളിങ്ങനെ കിട്ടുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കില്ലല്ലോ. വേഗം പോയി ശ്രീകോവിലിനടുത്തേക്ക് പോയി ഭഗവാനെ നന്നായി തൊഴുതു. ഒരു നോക്ക് ഭഗവാനെ ഏകാദശിക്ക് കാണാൻ കഴിയുന്നവരൊട്ടും പ്രതീക്ഷിച്ചല്ല. എങ്കിലും അവർ രണ്ടുപേരും നന്നായി അപ്പം തന്നെ അവർ കയറുമ്പോൾ ആ സെക്യൂരിറ്റി ഇങ്ങനെ ഇവരെ നോക്കുന്നു. ഇവരെങ്ങനെ കയറുന്നു എന്നുള്ള ഒരു ഇതിൽ അയാൾ നോക്കുന്നുണ്ടായിരുന്നു. ഇവരത് മൈൻഡ് ചെയ്തില്ല. അവർ പോയി നല്ല ഭഗവാനെ നിറഞ്ഞ് കണ്ട് നല്ല ദർശനമായിരുന്നു അവർക്ക് കിട്ടിയത്. അപ്പം തിരിച്ചു വരും അങ്ങനെ തൊഴുത് പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാലു പറഞ്ഞ് ആ സെക്യൂരിറ്റിയെ ഒന്ന് കാണണം. അപ്പം വള്ളി പറഞ്ഞു വേണ്ട മാലു നമുക്ക് പോകാം, അത് സാരില്ല പോട്ടെ. അല്ല അങ്ങനെയല്ല, അവർ മിലിറ്ററീൻ്റെ ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറച്ചൊരു ഞെട്ടിച്ച മാതിരി ആക്കിയല്ലോ. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് പറയാനുണ്ടല്ലോ. നമ്മളും കരസേനയിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകളാണല്ലോ. അപ്പം നമുക്കതൊന്ന് അവരൊന്ന് കാണണം. ഭീഷണിപ്പെടുത്തിയ ആൾ ജോലി ഉപേക്ഷിക്കുന്നതാണ് പറഞ്ഞത് നമ്മൾ കയറിയാൽ. അപ്പോൾ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അവളടുത്ത് പോയി. അപ്പോൾ ഒന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞല്ലോ മിലിറ്ററിയുടെ പേര്, അതിന് മറുപടി പറയണം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ മിലിറ്ററിയിൽ ജോലി ചെയ്ത ഒരു അച്ഛൻ്റെ മരുമക്കളാണ്. പിന്നെ ഞങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴും ജോലി ചെയ്യുന്നു, അവരുടെ മക്കളും ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സേനയിൽ. ഇത്രയും പേര് ജോലി ചെയ്യുന്ന ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഞങ്ങളോടാണ് നിങ്ങൾ മിലിറ്ററീൻ്റെ പറഞ്ഞ് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയത്. പിന്നെ നിങ്ങൾ ജോലി ഉപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞതും അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു വേദന പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കതൊന്ന് പറയണമെന്ന് തോന്നി, വേറൊന്നുമില്ല, അത്രയേ ഉള്ളൂ എന്നാണ് ഭഗവാന്റെ. അങ്ങനെ അതും പറഞ്ഞ് അവർ അവിടെ നിന്ന് ഭഗവാനെ നന്നായി തൊഴുത്. അത് ഇത്രയെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, വേറൊന്നുമില്ല. അപ്പോഴും അവരാലോചിക്കണം ആരാണ് നമ്മളെ തൊഴാൻ സഹായിച്ചത്. എത്രയോ നമ്മൾ ഒരുപാട് തവണ ഗുരുവായൂർ വന്നപ്പോഴൊക്കെ വള്ളി പലതരത്തിലുള്ള ആളുകളെയും സഹായിച്ചിട്ടുണ്ട്. പ്രായമായ അമ്മമാരെ പലതരത്തിൽ അവരെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരൊക്കെ ക്യൂവിൽ നിൽക്കാനും ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സഹായിച്ചത് കൊണ്ടുള്ള അങ്ങനെ ഒരു മനസ്ഥിതി ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ തന്നെ ഭഗവാനോ ദേവിയോ ആരായിരിക്കാം വന്നതെന്നറിയില്ല, വന്നിട്ട് ഇവരെ അനുഗ്രഹിച്ചത്. ഒരു ഏകാദശി ദിവസം കിട്ടിയ ഈ അനുഗ്രഹം അവരൊരിക്കലും മറക്കില്ല. ഒരുപാട് അനുഗ്രഹം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതിലൊരു അനുഗ്രഹം എനിക്ക് തന്നു. ഞാനതൊന്ന് നോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്, എന്തെങ്കിലും വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഏതായാലും ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് എന്നും ഉണ്ടാകട്ടെ, ഈ കേൾക്കുന്നവർക്കും ഉണ്ടാകട്ടെ. സന്തോഷമുണ്ട് എല്ലാവർക്കും. എല്ലാവരും കേൾക്കുക, എല്ലാവർക്കും ഇത് പകർന്നു നൽകുക, എന്നാലേ ആളുകൾക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു.